ഫോർത്ത് ടെനറ്റ് ഓഫ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഹ്യൂമൻ നേച്ചർ ഇസ് എസെൻഷ്യലി അൺചേഞ്ചിങ് എന്ന് പറയുമ്പം ഹ്യൂമൻ നേച്ചർ, മനുഷ്യന്റെ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്, അൺചേഞ്ചിങ് ആണ്, എപ്പോഴും മാറുന്നതല്ല, എന്നും കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതാണ്. അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യനുള്ള ബേസിക് കുറെ ഇമോഷൻസ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, റൈവൽറി, പ്രൈഡ്, ലവ്, ജലസി, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ ആങ്കർ, കുറെ ഇമോഷൻസ് ആണ് മനുഷ്യർക്കുള്ളത്. അപ്പം ഏതൊക്കെ ഇപ്പം വിക്ടോറിയൻ ഏജിലായാലും എലിസബത്തൻ ഏജിലായാലും ഇപ്പം 19th സെഞ്ചുറിയിലായാലും 20th സെഞ്ചുറിയിലായാലും ഇപ്പോഴത്തെ 21st സെഞ്ചുറിയിലായാലും മനുഷ്യർക്കെല്ലാം ഉള്ള ഒരു ഇമോഷൻസ് എന്ന് പറയുന്നത്, ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. എല്ലാവർക്കും ഇതേ ഇമോഷൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. ആ ഇമോഷൻസ് ഒന്നും ഒരിക്കലും മാറത്തില്ല. അല്ല അതായത് ലിറ്ററേച്ചറിൽ ഇത്രയും കാലത്ത് നമ്മൾ എഴുതപ്പെട്ട മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. അതല്ലാതെ ഇനി പുതിയ ഒരു സ്വഭാവം, മനുഷ്യന്റെ ഒരു പുതിയ തരം സ്വഭാവം ഒന്നും നമുക്ക് ന്യൂനെസ് പ്രസന്റ് ചെയ്യാനില്ല. ഇതുവരെ എന്തൊക്കെയാണോ എഴുതപ്പെട്ടത് അതുപോലെ തന്നെയാണ് മനുഷ്യന്റെ സ്വഭാവം. പണ്ടത്തെ കാലഘട്ടത്തിൽ ഇപ്പം ഹാംലെറ്റ് എഴുതിയപ്പം പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു തീം കൊണ്ടുവന്നു. ഇന്നത്തെ മനുഷ്യരുടെ ഇടയിലും ആ ഒരു ക്യാരക്ടറിസ്റ്റിക് നമുക്ക് കാണാൻ പറ്റും. എല്ലാം നാളത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ള സ്വഭാവം. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം പ്രൈഡ്, ജലസി ഇങ്ങനെയുള്ള ട്രഡീഷണൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിൽ എഴുതിയ ലിറ്ററേച്ചറിലായാലും നമുക്ക് കാണാം മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യനുള്ള ഇമോഷൻസ്, ഫീലിങ്സ് എന്നൊക്കെ പറയുന്നത് ഒരേ ഇമോഷൻസ് തന്നെയാണുള്ളത്. അല്ലാതെ പുതിയതായി നമുക്ക് പുതിയ ഒരു തരം ഇമോഷൻ മനുഷ്യനുണ്ട്, ഈ 21ാമത്തെ സെഞ്ചുറിയിൽ പുതിയൊരു ഇമോഷൻ മനുഷ്യനുണ്ടായി എന്നില്ല. പണ്ട് തൊട്ടേ മനുഷ്യനുള്ള ഇമോഷൻസ്, ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. ദർ ആർ നോ ന്യൂ ഇമോഷൻസ് ടു പ്രസന്റ് ഇൻ എ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം പാഷൻസ്, ഇമോഷൻസ് ത്രൂ ഔട്ട് ഹിസ്റ്ററിയാണ് ഇന്നും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഹ്യൂമൻ നേച്ചർ ഇസ് എസെൻഷ്യലി അൺചേഞ്ചിങ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമ്മുടെ ഹ്യൂമൻ ബീങ്സിന്റെ ലൈഫിലെ ബേസിക് ഐഡിയോളജീസ് ഒക്കെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരാം. പക്ഷെ ബേസിക് ഇമോഷൻസ്, പാഷൻസ് എന്നൊക്കെ പറയുന്നത് ഹ്യൂമൻസിന്റെ ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. എല്ലാ മനുഷ്യർക്കും ഉള്ള ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഹ്യൂമൻ നേച്ചർ അൺചേഞ്ചിങ് ആണ്. അതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് ടെനറ്റ് ഓഫ് ലിബറൽ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പൊ ഫോർത്ത് പോയിന്റിൽ നമ്മൾ പറഞ്ഞു മനുഷ്യന്റെ ആ ഒരു നേച്ചർ അൺചേഞ്ചിങ് ആണ്. എല്ലാ കാലഘട്ടത്തിലും മനുഷ്യന് ഒരേ ഇമോഷൻസ് ഒക്കെ തന്നെയാണ് ഉള്ളത്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലോ നമ്മൾ പറയത്തില്ല ഓരോരുത്തരും യുണീക്ക് ആണെന്ന്, അതാണ് ഇൻഡിവിജ്വാലിറ്റി. അപ്പം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഈ ഫോർത്ത് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വാലിറ്റിയിൽ പറയുന്നതെന്ന് പറയുമ്പം നമ്മളിപ്പോൾ പറഞ്ഞു ഹ്യൂമൻ നേച്ചർ അൺചേഞ്ചിങ് ആണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസസ് ഒക്കെ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻസ്, പലർക്കും പല എക്സ്പീരിയൻസുകളിലൂടെ ആയിരിക്കും പലരും കടന്നു പോകുന്നത്. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും എല്ലാവരും ഒരേ എക്സ്പീരിയൻസിലൂടെ ആയിരിക്കത്തില്ല കടന്നു പോകുന്നത്. ചിലരുടെ ലൈഫിൽ കുറച്ചധികം പ്രശ്നങ്ങളും അല്ലെങ്കിൽ കുറച്ചധികം എക്സ്പീരിയൻസുകളിലൂടെ അവർ കടന്നു പോകും. മറ്റൊരാൾ അതുപോലെ കടന്നു പോകണം എന്നില്ല. അപ്പം അതാണ് പലർക്കും പല എക്സ്പീരിയൻസ് ആണ്. ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്വഭാവത്തിൽ കുറെയൊക്കെ ക്യാരക്ടറിന് മാറ്റം വരാം. പക്ഷേ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണെന്നാണ് ഈ ഫിഫ്ത്ത് പോയിന്റ് ഓഫ് ലിബറൽ ഹ്യൂമനിസം പറയുന്നത്. എന്ന് പറയുന്നത് ഇൻഡിവിജ്വാലിറ്റി, ഓരോ വ്യക്തിക്കും ഓരോ യുണീക്നെസ് ഉണ്ട് അവരുടെ ക്യാരക്ടറിൽ. ഇപ്പം ഒരാള് എന്താണ് ഒരു പർട്ടിക്കുലർ സ്വഭാവമാണ്, അപ്പൊ അയാളുടെ ലൈഫിലെ ചില എക്സ്പീരിയൻസ് ഒക്കെ കാരണം അയാളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാം എന്നും പറഞ്ഞ് അയാളുടെ മൊത്തത്തിലുള്ള സ്വഭാവം മാറി പുതിയൊരു വ്യക്തിയായി ഒന്നും ആർക്കും മാറാൻ പറ്റില്ല. ആ ബേസിക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ കാണും. അത് കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഒരിക്കലും പോസിബിൾ അല്ല. എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കാം, പക്ഷെ മൊത്തത്തിൽ ഒരാളുടെ സ്വഭാവം മാറിയിട്ട് ഒരു പുതിയ വ്യക്തിയെ പോലെ ആവുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആണെന്നാണ് ഈ ലിബറൽ ഹ്യൂമനിസത്തിന്റെ 5ാമത്തെ ടെനറ്റ് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ഇവരിത് പറയാൻ കാരണം ഒരു ഗുഡ് ലിറ്ററേച്ചറിൽ എന്ന് പറയുമ്പം ഈ ഒരു കൺസിസ്റ്റൻസി ഓഫ് ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറയുന്നു. ഇപ്പം നമ്മളൊരു നല്ല ലിറ്റററി വർക്ക് എഴുതുമ്പോൾ അതിനകത്ത് നമ്മൾ ക്യാരക്ടേഴ്സ് കാണത്തില്ലേ, കഥാപാത്രങ്ങൾ. ആ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ, സ്വഭാവം കൺസിസ്റ്റന്റ് ആയിരിക്കണം. ആദ്യം തൊട്ട് അവസാനം വരെ ഒരേപോലെ നിലനിൽക്കുന്ന സ്വഭാവമായിരിക്കണം. മാറ്റങ്ങൾ വരാം സ്വഭാവത്തിൽ, പക്ഷെ ഒരു റാഡിക്കൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത്, കാരണം അങ്ങനെ ഒരു റാഡിക്കൽ ചേഞ്ച് ഒരു ക്യാരക്ടറിന്റെ സ്വഭാവത്തിൽ ഉണ്ടായാൽ
അതെന്താണ്, ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒരാളുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറി പുതിയൊരു വ്യക്തിയായി എന്ന് പറയുമ്പം അത് എന്താണ്, ഓഡിയൻസിന് അല്ലെങ്കിൽ റീഡേഴ്സിന് അക്സെപ്റ്റബിൾ ആയിരിക്കില്ല, അല്ലെങ്കിൽ റീഡേഴ്സിനെ അത് അൺകംഫർട്ടബിൾ ആക്കും. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്, ഇപ്പം ചാൾസ് ഡിക്കൻസിന്റെ നോവൽസ് ഒക്കെ നമ്മൾ എടുത്താൽ നോക്കുമ്പം അതിനകത്ത് ആദ്യം മൈസർ ആയിട്ടുള്ള ഒരു വ്യക്തി, MISER, മൈസർ എന്ന് പറയുമ്പം ഭയങ്കര പിശുക്ക് കാണിക്കുന്ന ആള്. അപ്പം അങ്ങനെ ഒരു വ്യക്തി അയാളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് കാരണം ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ കൂടെ കടന്നു പോവുകയും പിന്നീട് പെട്ടെന്ന് അയാൾ ഭയങ്കര എന്താണ്, ഗുഡ് ആയിട്ടുള്ള, എല്ലാവരെയും സഹായിക്കുന്ന, ജനറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറുന്നതുമായിട്ട് പല കഥകളിലൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഒരു കംപ്ലീറ്റ് റാഡിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ ആണ്. എന്ന് പറഞ്ഞാൽ മൈസർ ആയിരുന്ന ഒരു വ്യക്തി, അയാൾക്ക് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാം, കുറച്ചൊക്കെ ജനറസ് ആവും എന്നും പറഞ്ഞ് അയാൾ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആയിട്ട് എന്താണ്, ഇനി എൻ്റെ സ്വത്തെല്ലാം ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഭയങ്കര ജനറസ് ആവുകയാണ് ഞാൻ. അപ്പം അങ്ങനെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ അതിനകത്ത് ചാൾസ് ഡിക്കൻസിന്റെ നോവൽസിലൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ആദ്യം നല്ല ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തി പിന്നീട് എപ്പോഴെങ്കിലും ലൈഫിൽ ഭയങ്കര വെൽത്തിന്റെ അക്യുമുലേഷൻ, അവർ റിച്ച് ആവുന്നത് കാരണം അവരുടെ സ്വഭാവം, റിച്ച് ആയപ്പോൾ പെട്ടെന്ന് ഒരാളുടെ സ്വഭാവം മാറി ഭയങ്കര ക്രൂവലായിട്ട് മാറുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് റീഡേഴ്സിനെ അൺകംഫർട്ടബിൾ ആക്കും എന്ന് ആണ് ലിബറൽ ഹ്യൂമനിസത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു കഥ അല്ലെങ്കിൽ ഒരു നോവലൊക്കെ എഴുതുമ്പം അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരാം, പക്ഷേ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ ഇമ്പോസിബിൾ, കൊണ്ടുവരരുത് എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ കൊണ്ടുവന്നാൽ അത് റീഡേഴ്സിനെ അൺകംഫർട്ടബിൾ ആക്കും. അപ്പം ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതാണ് ഫോർത്ത് പോയിന്റ്, ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പം ഫോർത്ത് പോയിന്റ് ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. ഫിഫ്ത്ത് പോയിന്റ് ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ യുണീക്നെസ് ഓഫ് ക്യാരക്ടർ. ഈച്ച് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പം ഇറ്റ്സ് ഹെർ ഓർ ഹിസ് ക്യാരക്ടർ ഇസ് യുണീക്ക് എസൻസ് ആണ് അവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ ബിക്കോസ് ഓഫ് ദിയർ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ലൈഫ് സർക്കംസ്റ്റാൻസസ് they can undergo change in their character, but complete transformation of character impossible ആണെന്ന് പറയുന്നു. അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഇറ്റ് മേക്ക് ദ റീഡേഴ്സ് അൺകംഫർട്ടബിൾ. അതാണ് ലിബറൽ ഹ്യൂമനിസത്തിലെ ഫിഫ്ത്ത് പോയിന്റ്.